ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുജു സാഗറിനോട് പറയുന്നുണ്ട്, ഇതൊന്നും വിശ്വസിക്കരുത്, ബലരാമൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ നമ്മുടെ മകനല്ലേ, അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനൊരു തെറ്റൊന്നും ചെയ്യില്ല. പക്ഷേ ഇതിനൊരു വ്യക്തത വരുത്തണം, അതിനു വേണ്ടിയിട്ട് ബലരാമനെ എന്തായാലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം, എനിക്ക് സത്യങ്ങൾ അറിയണം, എനിക്ക് അവനെ ഒരിക്കലും സംശയമില്ല, പക്ഷേ ഇത് തെളിയുക തന്നെ വേണമെന്ന് സുജു പറയുന്നുണ്ട്. സാഗർ അത് വേണോ വേണം എന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് കൃഷും കൃപയും കൂടി ചേർന്നിട്ട് ബലരാമനെ ഫോൺ ചെയ്ത് വിളിക്കുക. അതായത്, ഏട്ടാ, നമ്മളൊരു ഫംഗ്ഷൻ വെക്കാൻ പോവുകയാണ്. നമ്മുടെ കൺമണി ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അലികയെ ഉയർത്തിക്കൊണ്ട് വരുന്നവളല്ലേ, അതുകൊണ്ട് തന്നെ അവൾക്കൊരു സ്വീകരണം കൊടുക്കണം. അത് നമ്മുടെ ഈ ചെറിയേട്ടനും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് മുന്നിൽ നിൽക്കേണ്ടത് ഞാനും എൻ്റെ വലിയേട്ടനുമാണ്. എല്ലാത്തിനും സഹകരിച്ച് കൂടെ നിൽക്കണമെന്ന് ബലരാമനോട് കൃപ പറയുമ്പോഴത്തേനും, അതെന്താ മോളെ, എന്തായാലും അതൊക്കെ വേണോ, ഞാൻ നിൽക്കണോ, തീർച്ചയായും ഏട്ടനാണ് വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ഏട്ടൻ ഏട്ടനെ അച്ഛൻ വിളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു, പക്ഷേ വിളിക്കുന്നതിൽ എന്തോ ഒരു സംശയം. അച്ഛനെന്താ എന്നെ വിളിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, അച്ഛൻ കടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്, ചിലപ്പോൾ ഏട്ടനൊരു സർപ്രൈസ് തരാനുള്ള ഉദ്ദേശം വല്ലതും ആയിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ചേട്ടൻ എന്തായാലും ഞായറാഴ്ച വരണേ, ഭാഗ്യശ്രീയും കൂടിയും കൂട്ടണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും വരുമെന്ന് പറയുന്നു. ഭാഗ്യശ്രീ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ തൻ്റെ അച്ഛനും അമ്മയാണ് ചേട്ടനെ ഇങ്ങനെ ചതിക്കാൻ പോകുന്നതെന്ന് വിവരം പറയാനായിട്ട് പോകുമ്പോഴത്തേനും അവർ തന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ്റെ മരണം ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ്റെ ജീവൻ അബദ്ധത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഏട്ടനോട് ഇപ്പം ഇത് പറയണ്ട എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു പോകുന്നു. ആണെങ്കിലോ ബലരാമനെ വീണ്ടും വിളിക്കുകയാണ്, മോനെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേനും, പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിലേണോ നീ എന്നെ കാണാൻ വരികയുള്ളൂ, അതല്ല എന്തായാലും വൈകുന്നേരം പെട്ടെന്ന് തന്നെ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കൺമണിയുടെ വീട്ടിൽ തന്നെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേനും, അപ്പയുടെ കല്യാണം കേരളത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കല്യാണമായിരിക്കും, അതിൻ്റെ മുന്നോടി സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കല്യാണം എങ്ങനെയായിരിക്കും, എല്ലാവർക്കും വലിയ സന്തോഷമാവുകയാണ്. പിന്നെ അപ്പം ഡാൻസ് കളിക്കണം കേട്ടോ, അതൊക്കെ കൃപചേച്ചി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത്രയൊന്നും വേണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ വേണം, ഇതൊക്കെ അവർ ആഗ്രഹിച്ചതല്ലേ. പക്ഷെ അമ്മായി പറയുന്നുണ്ട്, എനിക്കൊരു സംശയം, വീണ്ടും ആ വരുണ് എന്തെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവരുമോ എന്നുള്ളത്. അങ്ങനെ സംശയിക്കാൻ ഒരു കാരണമുണ്ടെന്ന് പറയുന്നുണ്ട് അവൻ. മുറിവേറ്റ പാമ്പിനെ പോലെയാണ്, വീണ്ടും തിരിച്ചു വരുമോ എന്നൊരു സംശയം എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷേ അത് ഓക്കെ ആവുന്നുണ്ട്. അതിനുശേഷം തന്നെ അവിടേക്ക് മനോജ് വിളിക്കുന്നുണ്ട്. മനോജ് കൺമണിയോട് പറയുന്നുണ്ട്, എനിക്ക് ഞായറാഴ്ച രാവിലെ മോളെ എത്താൻ സാധിക്കുള്ളൂ, ലീവ് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, എന്നും കിട്ടാൻ സാധ്യതയില്ല, ഞായറാഴ്ച രാവിലെ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. എന്ന് ഏട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനും പറയുന്നു. വീണ്ടും അവിടെ കാണിക്കുന്ന അനിരുദ്ധനെയും അരുണിനെയും മാനസയൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ലഹരി മാനസയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും അനിരുദ്ധനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇത് വേണോ മാനസ, ഒരുപാട് വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, തനിക്ക് എന്താണോ പേടിയാണോ എന്ന് വരുൺ ചോദിക്കുമ്പോഴത്തേനും പേടി ഉണ്ടാവും. കാരണം കൃഷ്ണനോട് ആദ്യമൊക്കെ എനിക്ക് അവനെ പുല്ലുവില പോലും ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, കൃഷ്ണനോടും കൺമണിയോടും കളിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി വേണം, അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചടിക്കും, അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ വലിയ ശക്തിയായി മാറുകയാണ്, ഇത് നമുക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. തന്നെ ആരൊക്കെയാണോ പോലീസിലാക്കിയതെന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചായ കൊണ്ടുവരുന്ന ആരെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു, വരുണിന് ഇത്ര കിട്ടിയത് പോരാ, പക്ഷെ അവരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, എന്നാൽ നമ്മൾ കളിക്കാൻ പോവുകയാണോ എന്ന രീതിയിലൊക്കെ വരുൺ ചോദിക്കുമ്പോഴത്തേനും, തീർച്ചയായും ഇനി അതിൽ പിന്നോക്കമില്ല, കൃഷിനെയും കൺമണിയും ഒടുക്കാനുള്ള പ്ലാൻ തന്നെ ഞാൻ ചെയ്തു, എന്നാൽ നിങ്ങളെല്ലാം തന്നെ പറഞ്ഞതുപോലെ ചെയ്തോ എന്ന് അനിരുദ്ധൻ പറയുന്നുണ്ട് കേട്ടോ. വീട്ടിലെ കാര്യങ്ങൾ സൂക്ഷ്മയോടുകൂടി കൈകാര്യം ചെയ്യണം, അത് ഞങ്ങൾ ഏറ്റുമെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണനും കൺമണിക്കും വേണ്ടിയിട്ട് ഒരു വലിയ പ്ലാൻ ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ബലരാമൻ സുജുവിനെ കാണാനായി എത്തുന്നു. എന്തമ്മയെ വിളിച്ചത്, എന്താ ഇരുട്ടത്ത്, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ, നിൻ്റെ അനിയത്തിയും അനിയനും കൂടി നിനക്ക് വലിയൊരു സ്ഥാനമല്ലേ തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ ചീത്ത സ്വഭാവം അവർ കേൾക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് നിന്നെ വിളിച്ചതെന്ന് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ സാഗർ വരുന്നുണ്ട്. എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നാൽ നീ ഈ വോയിസ് മെസ്സേജ് കേൾക്കുമെന്ന് പറഞ്ഞ് വോയിസ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതൊരിക്കലും ഞാനല്ല, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ശരി, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു, പക്ഷേ ഈ ഫോട്ടോസോ എന്ന് ചോദിക്കുമ്പോൾ ആ ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ നീ അല്ല എന്ന് പറയാൻ പറ്റുമോ നിനക്ക്, ഇത് ഞാൻ തന്നെയാണ്,
ബിസിനസ് പരമായിട്ട് ഒന്ന് ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട് പണ്ട് ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കലും ഇപ്പോൾ ഞാൻ അത് ആവർത്തിക്കുന്നില്ല. നിങ്ങളാണ് സത്യം. ഞാനിത് ചെയ്തിട്ടില്ല. ഇനി ചെയ്യുകയുമില്ല. അന്നത്തേതുപോലെയല്ല ഇന്ന്. ഇന്ന് എനിക്ക് എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തെ എനിക്ക് സംരക്ഷിക്കണം. അതിനു വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. എൻ്റെ അച്ഛനും അമ്മയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു. ഇത് ചെയ്തവരെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. എന്നിട്ടേ ബലരാമൻ നിങ്ങളുടെ മുന്നിലെത്തുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ബലരാമൻ പോകുന്നു. അപ്പോൾ സുജുവിനും സാഗറിനും സങ്കടമാവുന്നുണ്ട്. വേണ്ടായിരുന്നു, അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ സാഗർ. നമ്മുടെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനോട് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് വിഷമിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ബലരാമൻ നേരെ ചെല്ലുന്നത് സുമിത്രയും ബാലുവിനെയും കാണാൻ തന്നെയാണ് കേട്ടോ. ഉറങ്ങിക്കിടക്കുമ്പോഴത്തേനും അവിടെ ഒരു തോക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോക്ക് ഉയർത്തുന്നു കേട്ടോ. നിങ്ങളല്ലേ എന്നെ ചതിച്ചത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ പഴയ വീഡിയോസ് അയച്ചിട്ട് അവരുടെ മനസ്സിൽ ഞാനൊരു കളങ്കമുള്ളവനാക്കി തീർത്തില്ലേ. പിന്നെ നിങ്ങളല്ലേ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. എന്തിനാണ് നിങ്ങളെ ഞാൻ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നു. അവരാണെങ്കിൽ രാമ ഞങ്ങളല്ല ഇപ്പം അതൊന്നും ചെയ്തത്, നിങ്ങൾ തന്നെയാണെന്ന് ബലരാമൻ തറപ്പിച്ച് പറയുന്നു. പക്ഷെ അവർ ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല കേട്ടോ. പക്ഷെ എന്തായാലും ബലരാമൻ്റെ പുറകിലുള്ള ആ ചതിയൻ കൈകൾ ആരുടേതാണെന്നുള്ളത് ഇപ്പോഴത്തന്നെ പുറത്ത് വരുന്നതാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.